ചുമ്മാതിരുന്ന കെ ടി ജലീലിനെ ചൊറിഞ്ഞ പി കെ ഫിറോസ് ആകപ്പാടെ വാലിൽ തീപിടിച്ച അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഫിറോസിന്റെ ബിനാമി ഉടമസ്ഥതയിൽ നടക്കുന്ന യുമ്മി ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറന്റിൽ കെ ടി ജലീൽ അറിയാതെ ഭക്ഷണം കഴിക്കാൻ കയറി. കഴിച്ച് കാശും കൊടുത്ത് പോയതിനു ശേഷമാണ് പി കെ ഫിറോസിന്റെ ഒരു പോസ്റ്റ് പുറത്തേക്ക് വരുന്നത്. നന്ദി, വന്നതിനും ഭക്ഷണം കഴിച്ച് അഭിപ്രായം അറിയിച്ചത്. ബിസിനസ്സിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയത്തിൽ ബിസിനസ്സും. അങ്ങനെയാണ് പട്ടാമ്പിക്കടുത്തെ കൊപ്പത്തെ യമ്മി ഫ്രൈഡ് ചിക്കൻ എന്ന സ്ഥാപനത്തിൽ പി കെ ഫിറോസിന് ഷെയർ ഉണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിനെ തുടർന്ന് നന്ദി അറിയിച്ച് കെ ടി ജലീൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ പി കെ ഫിറോസിന്റെ യമ്മി ഫ്രൈഡ് ചിക്കൻ സ്റ്റോളുകളിലേക്ക് ഒരു സന്ദർശനം തന്നെ അദ്ദേഹം പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് സംഘടിപ്പിച്ചു പോരുകയാണ്. അങ്ങനെയാണ് ഇന്നിപ്പോ കോഴിക്കോടുള്ള മറ്റൊരു യമ്മി ഫ്രൈഡ് ചിക്കന്റെ ഫ്രാഞ്ചൈസിയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതിനു ശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പി കെ ഫിറോസ് നാവും വെച്ചുകൊണ്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. 10 പൈസ വരുമാനമില്ലാതെ കോടികളുടെ ആസ്തിയും പല സ്ഥാപനങ്ങളും തുടങ്ങാൻ ശേഷിയുണ്ടായ പി കെ ഫിറോസിനെ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ നിർത്തി തുണി ഒരുക്കുന്ന അവസ്ഥയുണ്ടാകുകയാണ്. ഇന്നിപ്പോ ആ രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. യമ്മി ഫ്രൈഡ് ചിക്കനിൽ അദ്ദേഹം കൗണ്ടറിൽ നിൽക്കുന്ന ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: തമ്പി വിടമാട്ടെ. പാരമ്പര്യമായി കോടികളുടെ ആസ്തിയുള്ള കുന്നമംഗലം സ്വദേശി ധോത്തി രാജ പി കെ ഫിറോസിന്റെ ഷാഡോ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന കൊപ്പത്തെ ഫ്രാഞ്ചൈസിക്ക് പുറമെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്റെ 3ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന യമ്മി ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് തിരക്കുകൾക്കിടയിലും ഇന്നലെ സന്ദർശിച്ചു. മെനു നോക്കി ഭക്ഷണം ഓർഡർ ചെയ്ത് അകത്തെ മേശയുടെ പിന്നിൽ ഇരുന്നു. എന്റെ ചെവിയിലേക്ക് അപ്പോൾ ഇരച്ചെത്തിയത് കത്തുയിലെ എട്ടും പൊട്ടും തിരിയാത്ത പൊന്നുമോളുടെ ആർത്തനാദമാണ്. ഞെട്ടിത്തരിച്ച ഞാൻ ഇരു ചെവികളും പൊത്തിപ്പിടിച്ചു. ധോത്തി ചാലഞ്ചിൽ പറ്റിക്കപ്പെട്ട ലീഗ് പ്രവർത്തകരുടെ രോഷം കത്തിപ്പടരുന്നതിന്റെ ചൂടാണ് കോഴി പൊരിക്കുന്ന ചൂടിനെ പിന്നിലാക്കി അവിടെയെല്ലാം ആഞ്ഞു വീശിയത്. ഹൈലൈറ്റ് മാളിലെ പ്രസ്തുത സ്ഥാപനത്തിൽ തനിക്കൊരു പങ്കാളിത്തവുമില്ലെങ്കിൽ ഫിറോസിന് അക്കാര്യം കണ്ണടച്ച് നിഷേധിക്കാം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഹൈലൈറ്റ് മാളിലെ യുമ്മി ഫ്രൈഡ് ചിക്കൻ മറ്റൊരു ബിനാമിയെ മുൻനിർത്തി ഫിറോസ് നടത്തുന്നത് തന്നെയാണെന്ന് നാട്ടുകാർ ഉറപ്പിക്കും. വൈകാതെ ബ്ലൂഫിൻ വില്ല പ്രോജക്ട് ഓഫീസിലും വരുന്നുണ്ട്. വില്ലയുടെ വിലയറിയാൻ, വാങ്ങാനല്ല, പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള പാവൻ ലീഗുകാർക്ക് മുന്നറിയിപ്പ് നൽകാൻ. ജനങ്ങളെ പറ്റിച്ചു കിട്ടുന്നതിൽ നിന്ന് തോണ്ടിത്തിന്നാം, നക്കിത്തിന്നാം, പക്ഷേ എല്ലാം കൂടി അണ്ണാക്ക് തൊടാതെ മുണുങ്ങരുത് അഥവാ വിഴുങ്ങരുത്. കക്കുന്നതിന് ഒരു പരിധി വേണം. മലപ്പുറത്തെ മുൻ DCC പ്രസിഡന്റ് VM കൊളക്കാട് പ്രസംഗമധ്യേ പറഞ്ഞത്. ഇതാണിപ്പോ പുറത്തു വന്നിരിക്കുന്ന FB പോസ്റ്റ്. ഇത് വായിക്കുന്നവരും ഇപ്പോ യമ്മി ഫ്രൈഡ് റെസ്റ്റോറന്റുകളിൽ അദ്ദേഹം ഒരു മാർച്ച് നടത്തും പോലെ സന്ദർശനം നടത്തുന്നത് പി കെ ഫിറോസിനെ സംബന്ധിക്കുന്നിടത്തോളം ലീഗുകാർക്ക് മുന്നിൽ ഒരു കള്ളക്കച്ചവടക്കാരനെ തുറന്നു കാട്ടുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഒരു വരുമാനവുമില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബത്തിൽ ജനിച്ച് കോടികൾ സമ്പാദിച്ചു, ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടാക്കി, ആഡംബര വീടൊക്കെ നിർമ്മിച്ച വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ വന്നു എന്നതിനെ കുറിച്ചൊക്കെ ലീഗുകാർക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കത്വ ഉന്നാവ ഫണ്ടിന്റെയൊക്കെ കാര്യങ്ങളും ധോത്തി ചലഞ്ചിന്റെ കാര്യങ്ങളും അദ്ദേഹം പാവപ്പെട്ട ലീഗുകാരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണ്. പോസ്റ്റിനെല്ലാം വമ്പൻ റീച്ചും കൂടി ലഭിക്കുകയാണ്. വെറുതെ ഇരുന്ന വ്യക്തിയെ യമ്മി ഫ്രൈഡ് ചിക്കൻ തന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് തുറന്നു പറഞ്ഞ ആ അക്കിടി ഫിറോസിനെ കൊണ്ട് ചാടിച്ചിരിക്കുന്നത് അനിയൻ ബുജൈറിന്റെ രഹസ്യ ലഹരിക്കടത്ത് പോലെ തന്നെ രഹസ്യ ബിസിനസ് ബാന്ധവങ്ങൾ അഥവാ ബിനാമി ഇടപാടുകളെ കുറിച്ചുള്ള തുറന്നുകാട്ടലിനുള്ള അവസരമായി മാറിയിരിക്കുകയാണ്. ഇതോടെ പി കെ ഫിറോസ് എന്ന കള്ളക്കച്ചവടക്കാരനെ ലീഗുകാർക്ക് തിരിച്ചറിയാൻ കൂടി സാഹചര്യമൊരുക്കുന്ന അവസ്ഥയാണ്.